വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാരിൽ അവൻ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു.
ജീവിതം ഇഷ്ടപ്പെടുകയും നല്ലതിനായി കാക്ഷിക്കുകയും ചെയ്യുന്നു. അകൃത്യത്തിൽ നല്ല ചെയ്യുകയും സമാധാനം എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സഭയെ ഞങ്ങൾ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ നിലനിൽക്കുന്നതിനും നിരന്തരം ഞങ്ങൾ അവയെ സ്തുതിക്കുന്നതിനും അവയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ സമാധാനത്തോടുകൂടെ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ ഇവിടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷത്തിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. വലിയ സന്തോഷത്തോടെയാണ് മൂന്ന് സഹോദരികളെ അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തി അവരുടെ ഇടമകളുടെ നാണയത്തിലെ പരിശുദ്ധമായ അന്തരീക്ഷത്തിലെ വിവാഹ സമ്മതമായി ചിപ്പിയും മനസ്സും മകളെ വളരെ ദൈവം നിങ്ങളെ യോജിപ്പിച്ച് ഒരുമിച്ച് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഫലപ്പിക്കുവാനായിട്ട് വരിക. മീനൂരെയും സഹായിച്ചിരിക്കുന്നതായിട്ട് അറിയാം. നിങ്ങളുടെ ജാതകമായിരുന്നു ആ സമയത്ത് നന്നായി അറിയാവുന്ന സഹോദരിമാരാണ്.
അന്ന് ഞാൻ അമ്മ ചേച്ചിയോട് പറഞ്ഞായിരുന്നു, നമ്മൾ 3 പേരെ കല്യാണം ഒരുമിച്ച് നടന്നു. അതേതായാലും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്ക് 3 പേരെ ഒരുമിച്ച് നടന്നത് ഭംഗിയായി. എന്നാൽ നിങ്ങളെ പങ്കാളിയെ കണ്ടെത്തിയ മുമ്പിൽ ഏറെ സന്തോഷമുണ്ട്. ക്രിസ്ത്യാനി സഭയിലാണ് ആഘോഷമായിട്ട് ജീവിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഇന്നത്തെ സുശക്തകാലത്ത് കൃത്യമായിട്ടുള്ള കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹം. നിങ്ങൾ നല്ല സ്നേഹമുള്ളവരാണ്. ആ സ്നേഹത്തെ കുടുംബത്തിൽ കൂടുതൽ ഊഷ്മളതയോടെ, കൂടുതൽ കൃത്യതയോടെ ഈ സ്നേഹം അനുഭവിക്കുവാനായിട്ട്, പങ്കുവയ്ക്കുവാനായിട്ട് നിങ്ങൾ ഇടയാക്കണമെന്ന് ആശംസിക്കുന്നു. അത് ഏറ്റവും വലിയ പ്രതിസന്ധി സ്നേഹത്തിന്റെ വിശുദ്ധി ഭാര്യാഭർത്തൃബന്ധത്തിലെ കുടുംബത്തിന് നഷ്ടപ്പെട്ടാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് വിശുദ്ധിയുള്ള സ്നേഹം അത് പങ്കുവയ്ക്കാനായിട്ട്, അത് ഒരു ഊഷ്മളതയോടെ അനുഭവിക്കുവാനായിട്ട് നിങ്ങളുടെ എല്ലാവിധ കൃപകളും ദൈവം സമൃദ്ധമായി നൽകട്ടെ. യാഥാർത്ഥ്യം ഇനി ഒരു കുഴപ്പമില്ല, ദൈവത്തിന്റെ അമ്മ. പക്ഷെ നമുക്കറിയാം ആ സമ്മത പ്രഖ്യാപനം എങ്ങുവരെയും എത്തി എന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവപുത്രന്റെ അമ്മയാകാൻ സമ്മതം കൊടുത്ത നിമിഷം ദൂതൻ അവളിൽ നിന്ന് അപ്രത്യക്ഷനായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് ഒരിക്കൽ പോലും ഈ ദൈവദൂതൻ മറിയത്തെ ആശ്വസിപ്പിക്കാൻ കടന്നു വന്നിട്ടില്ല. ഈശോയെ പോലും ആശ്വസിപ്പിക്കാൻ ദൈവദൂതന്റെ ഇടപെടലുകൾ ഉണ്ടായി എന്നാണ് നമ്മൾ വായിക്കുക. മറിയത്തിന്റെ ഈ സമ്മതം കാൽവരിയിൽ സമർപ്പണമായിട്ട് മാറി അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നസ്രത്തിലെ വീട്ടിലെ മറിയത്തിന്റെ സമ്മതം കാൽവരിയിൽ കുരിശില് സമർപ്പണമായിട്ട് മാറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനോഹരമായ ദേവാലയം നസ്രത്തിലെ വീട് പോലെ അഭൗമികമായ സൗന്ദര്യമുള്ള, വിശുദ്ധി നിറഞ്ഞ, ആഘോഷം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഈ അന്തരീക്ഷത്തില് നിങ്ങൾ നസ്രത്തിലെ മറിയം കൊടുത്തതുപോലുള്ള സമ്മതമാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത്തരമൊരു സമ്മതം നിങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കപ്പുറത്ത് നിങ്ങൾ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമ്മതത്തെ നിങ്ങൾ സമർപ്പണമായിട്ട് വളർത്തുന്നു. അവിടെയാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. മറിയത്തിന് എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടായത് അല്ലെ? പരിശുദ്ധമ്മയ്ക്ക് എന്തോരം പ്രതിസന്ധികളാ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷെ ഒരിക്കൽ പോലും ആ പ്രതിസന്ധിയിൽ തളരാതെ താൻ കൊടുത്ത വാക്കിന് വില കൊടുത്ത് തന്റെ സമ്മതത്തെ സമ്പൂർണ്ണ സമർപ്പണമാക്കി കാൽവരിയിലെ കുരിശിലെ തന്റെ പ്രിയപ്പെട്ട മകന്റെ മൃതശരീരം മടിയിൽ കിടത്തി ധ്യാനിക്കുന്ന അമ്മയോളം വളരണം ഏത് സമർപ്പണവും. തുടർന്ന് എഴുന്നേറ്റ് നിന്ന് കാരോസോസ പ്രാർത്ഥന ചൊല്ലി ജീവിതം കൂടുതൽ കൃപാപരമാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ തിരുക്രമത്തിന്റെ പ്രധാന തിരുക്രമങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സൂക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുന്ന അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ലാലിസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച്
വിവാഹം എന്ന കൂദാശയിലൂടെ നീതു എന്ന് വിളിക്കപ്പെടുന്ന ത്രേസ്യയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നീതു എന്ന് വിളിക്കപ്പെടുന്ന ത്രേസ്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ലാലിസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. അൽഫോൻസ എന്ന് വിളിക്കപ്പെടുന്ന താര മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അൽഫോൻസയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് അത് വാഗ്ദാനം ചെയ്യുന്നു. അൽഫോൻസ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അലൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആൻസൺ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ചിപ്പി എന്ന് വിളിക്കപ്പെടുന്ന തെരേസയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ചിപ്പി എന്ന് വിളിക്കപ്പെടുന്ന തെരേസ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ആൻസൺ എന്ന് വിളിക്കപ്പെടുന്ന തോമസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ നിർമ്മല വധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസിയുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ബലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാർയോസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്ട ഞങ്ങളുടെ സഭയുടെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണം സഹായവുമാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമീൻ. കർത്താവേ ആശീർവദിക്കണമേ. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് നിന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹാത്തെയും സാറായെയും ഇസഹാക്കിനെയും റെബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആധ്യാത്മികമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുത്ത നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥ സഹായവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Doing crazy dreaming.
marriage of working